കാടും മേടും താണ്ടി 70 വർഷം അയ്യപ്പന്റെ തിരുവാഭരണ പേടകം വഹിച്ച ശ്രീകുളത്തിനാൽ ഗംഗാധരപിള്ള വിരമിച്ചു. 7 പതിറ്റാണ്ടായി അയ്യനോടൊപ്പം. 7 പതിറ്റാണ്ടോളം ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണങ്ങള് ശിരസിലേറ്റിയതിന്റെ ധന്യതയിലാണ് ഈ ഗുരുസ്വാമി. 16-ാം വയസ്സു മുതല് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി നാടും കാടും കാൽനടയായി താണ്ടുകയാണ് ഇദ്ദേഹം. വ്രതശുദ്ധിയുടെ കണിശതയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവുമാണ് ജീവിത സായന്തനത്തിലും 4 പറ നെല്ലിന്റെ ഭാരം വരുന്ന തിരുവാഭരണപ്പെട്ടി ശിരസിലേന്താന് തനിക്ക് കരുത്തു തരുന്നതെന്ന് ഗംഗാധരന് പിള്ള സാക്ഷ്യപ്പെടുത്തുന്നു. വിഷ്ണുമായയില് ശിവന്റെ പുത്രനായി പമ്പാതീരത്ത് പിറന്ന മൺകണ്ഠനെ പന്തളരാജാവ് എടുത്തു വളർത്തിയതും കൊട്ടാരത്തില് വളർന്ന മണികണ്ഠന് അയ്യപ്പനായി മാറി ശബരിമലയിലെ ധർമ്മശാസ്താ വിഗ്രഹത്തില് വിലയം പ്രാപിച്ചതും ഐതിഹ്യം. വളർത്തുമകനെ കാണാന് നോവിന്റെ കാടുതാണ്ടി എത്തിയ രാജാവിനെ മടക്കി അയക്കുമ്പോൾ അയ്യപ്പന് ഒരേയൊരു ആവശ്യമേ അറിയിച്ചുള്ളത്രേ, ആണ്ടുതോറും തന്നെ കാണാന് വരണമെന്ന്. ആ യാത്രക്ക് മുന്നോടിയായി തന്റെ മകനണിയുന്നതിനുള്ള ആഭരണങ്ങള് രാജാവ് പണികഴിപ്പിച്ചു. ഈ ആഭരണങ്ങളുമായി മകരവിളക്കിന് 2 നാള് മുമ്പ് പന്തളത്തുനിന്ന് പോയി തുടങ്ങിയെന്നതും വിശ്വാസം. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്രയായി മാറിയത്. ആ കഥ അനുസ്മരിപ്പിക്കും വിധം പന്തളം രാജപ്രതിനിധിയും യാത്രയെ അനുഗമിക്കുന്നുണ്ട്. ഈ വിശ്വാസത്തിന്റെ കണ്ണിയാകാന് യൗവനത്തില് തന്നെ സാധിച്ചയാളാണ് ഗംഗാധരന് പിള്ള. അച്ഛന് നാരായണപിള്ളക്കൊപ്പം ആദ്യമായി ഘോഷയാത്രയെ അനുഗമിക്കുന്നത് ഇന്നലത്തേതുപോലെ ഇദ്ദേഹം ഓർമ്മിക്കുന്നു. നിറഞ്ഞ കാനനപാതയില് ശരണമന്ത്രങ്ങള് മാത്രം തുണയായ കാലം. ഓർമ്മകളുടെ പടികൾക്കപ്പുറം പഴയ ശബരിമല ഇന്നും തെളിയുന്നുണ്ട്. മനസ്സില് ദക്ഷിണ സ്വീകരിച്ച ശേഷം പന്തളം രാജാവണിയിക്കുന്ന മാല ധരിക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. പന്തളം വലിയ കോയിക്കല് ശാസ്താക്ഷേത്രത്തില് നിന്നാണ് തിരുവാഭരണ യാത്ര ആരംഭിക്കുന്നത്. ആദ്യ ദിനം ഐരൂര് പുതിയ കാവ് ക്ഷേത്രത്തിലും 2-ാം ദിവസം ലാഹയിലെ വനംവകുപ്പ് സത്രത്തിലും വിശ്രമിച്ച ശേഷം 3-ാം നാള് ശബരിമല സന്നിധാനത്തെത്തിച്ചേരും. കാലത്തിന്റെ കയറ്റിറക്കങ്ങള് നിരവധിയുണ്ടായിട്ടും തിരുവാഭരണ ഘോഷയാത്രാ രീതികൾക്ക് ഇന്നും മാറ്റമില്ല. യാത്രാമധ്യേ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചത് മാറി മറ്റു പലയിടങ്ങളില് നിന്നും ആഹാരം ലഭിക്കുന്നു എന്നതൊഴിച്ചാല് ഒന്നിനും മാറ്റമില്ലെന്നും അദ്ദേഹം പറയുന്നു. മകരവിളക്ക് കഴിഞ്ഞ് 5-ാം നാള് മലയിറങ്ങി 3-ാം ദിവസം പന്തളം കൊട്ടാരത്തില് തിരുവാഭരണങ്ങള് തിരിച്ചേൽപ്പിക്കുന്നതോടെ ഘോഷയാത്രക്ക് സമാപനമാകും. പരാതിയും പരിഭവവുമില്ല ഈ യാത്രാസംഘത്തിന്. ദിവസം 120 രൂപ വേതനത്തില് യാത്ര നടത്തിയ കാലത്തും പരിഭവങ്ങള് പടിക്കു പുറത്തു തന്നെയായിരുന്നു. 6 വർഷം മുമ്പ് സംഘത്തിന്റെ യാത്രാപ്പടിയായി വർഷം 50,000 രൂപ അനുവദിച്ചു. പരാതികൾ ഒന്നുമില്ലെന്ന് പറയുമ്പോഴും ഇത്രയും കാലം അയ്യപ്പന്റെ തിരുവാഭരണമേറ്റിയതിന്റെ പേരില് ദേവസ്വം ബോർഡ് പെൻഷന് അനുവദിക്കണമെന്ന ഒരു ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്നു ഈ ഗുരുസ്വാമി. ഇത് ആവശ്യമോ ആഗ്രഹമോ എന്ന് വേർതിരിച്ചു പറയാന് കഴിയുന്നില്ലെങ്കിലും ഒരിക്കലും ഒരവകാശമായി കാണുന്നില്ലെന്നും ഗംഗാധരന് പിള്ള പറയുന്നു. തന്റെ പാതയിലേക്ക് മകന് ഉണ്ണികൃഷ്ണനു കൂടി എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് ഇദ്ദേഹം. ഭാര്യ ഗൗരിക്കുട്ടിയും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിനായി നാളേക്ക് കരുതിവെക്കാന് താന് നടത്തിയ തിരുവാഭരണ യാത്രയുടെ പുണ്യം മാത്രമേ ഉള്ളൂവെന്ന് പറയുമ്പോൾ ഈ അയ്യപ്പദാസന്റെ മനസ്സില് അയ്യപ്പന്റെ രൂപം മാത്രം. സ്വാമി ശരണം.